CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെന്നൈയിൻ FCയോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിന് ശേഷം ഇവാൻ വുക്കോമാനോവിച്ചിനെ ട്രോളിക്കൊണ്ട് ചെന്നൈയിൻ FCയുടെ ആരാധകർ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ചില പ്ലേയേഴ്സിനും ഈ ഒരു മത്സരത്തിനിടെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു താരങ്ങളുടെ പരിക്കിനെ തുടർന്നുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഈ ഒരു 10ാം സീസണിൽ എവിടെയാണ് പിഎച്ചത് എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്കറിയാം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ തുടർച്ചയായ 5ാം തോൽവി കൂടിയാണ്. കൂടാതെ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ FCയോട് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പണ്ട് മുതൽക്കേ ഉള്ള ഒരു ശത്രുക്കളാണ് ചെന്നൈയിൻ FCയും അവരുടെ ആരാധകരും. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നത് ചെന്നൈയിൻ FCയുടെ തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇതാദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത്. ഇതിനു മുൻപ് കളിച്ച എല്ലാ മത്സരങ്ങളിലും അരീനയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ചെന്നൈയിൻ FCയുടെ ആരാധകരെല്ലാവരും തന്നെ ശത്രുക്കളായി കാണുന്നത്. ഏതായാലും നിലവിൽ ഇതിനെ തുടർന്ന് കൊണ്ട് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെതിരെ ചെന്നൈയിൻ FCയുടെ ആരാധകർ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ISLന്റെ 9ാമത്തെ സീസണിൽ നോക്കൌട്ട് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ബംഗളൂരുവിനോട് കളിച്ചപ്പോൾ ഉണ്ടായ ചില നാടകീയ രംഗങ്ങൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് വാക്കൌട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇതിനെ തുടർന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെതിരെ ചെന്നൈയിൻ FCയുടെ ആരാധകർ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ആശാനെ ട്രോൾ ചെയ്ത് ഇങ്ങനെയാണ് അവർ. ആശാൻ ബസ്സിലേക്ക് കയറുമ്പോഴാണ് ആശാനെ ഇവാൻ വാക്കൌട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിൻ FCയുടെ ആരാധകർ ട്രോൾ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ചാൻഡ് ഉയർന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറു പുഞ്ചിരിയും ഒരു തംസപ്പുമാണ് ഉണ്ടായത്. ഏതായാലും ചെന്നൈയിൻ FCയുടെ ആരാധകർ ആശാനെ ഇത്തരത്തിൽ ട്രോൾ ചെയ്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇത് നമുക്ക് ഉറപ്പിക്കാം, ഇതിന് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർ ചെന്നൈയിൻ FCയുടെ ആരാധകർക്ക് എന്തെങ്കിലും 8ന്റെ പണി കൊടുക്കുമെന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ISLന്റെ 10ാം സീസണിൽ എവിടെയാണ് പിഎച്ചത് എന്നാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസണിന്റെ പകുതി സമയമാവുന്നതിന് മുമ്പേ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ പരിക്ക് പറ്റി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ലിത്വാനിയയിൽ നിന്നും ഫെഡോർ സെർണിച്ച് എന്ന സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ താരത്തിനെ വെറും 2 മാസത്തേക്ക് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിലായിരുന്നു ഫെഡോർ സെർണിച്ച് ആദ്യമായി ബ്ലാസ്റ്റേഴ്സ് 11ൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മത്സരത്തിൽ താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മത്സരത്തിന് ശേഷം ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡോറിന് കുറച്ച് സമയം വേണമെന്നും കൂടാതെ തന്നെ താരത്തിന് ഈ ഒരു അന്തരീക്ഷവും കൂടാതെ തന്നെ ഈ ഒരു പ്രകൃതിയുമായി ഇണങ്ങാൻ കുറച്ച് സമയം വേണമെന്നൊക്കെയായിരുന്നു ഇവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്ന് ഓർക്കുക, ലൂണക്ക് പകരക്കാരായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഫെഡോർ എന്ന ഈ ഒരു താരത്തിന് ഇതുവരെ ISL എക്സ്പീരിയൻസ് ഇല്ല. ഇവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പേച്ചിട്ടുള്ളത്. കാരണം എന്താണ് എന്ന് വെച്ചാൽ ഒരു ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു സൂപ്പർ താരത്തെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ലൂണക്ക് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിക്കേണ്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അവന് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അന്തരീക്ഷവുമായി ഇണങ്ങാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു സൂപ്പർ താരത്തെ 2 മാസത്തേക്ക് സൈൻ ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ഈ ഒരു 2 മത്സരത്തിലാണ് ആദ്യ 11ൽ കളിച്ചിട്ടുള്ളത്. ഈ 2 മത്സരങ്ങളിൽ താരത്തിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും മത്സരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടില്ല. ഏതായാലും ചുരുക്കി പറയുകയാണെങ്കിൽ ഫെഡോറിന് പകരം മറ്റൊരു ISL എക്സ്പീരിയൻസ് ഉള്ള ഒരു താരത്തെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യേണ്ടതുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ താരം ഈ ഒരു പ്രകൃതിയോടും ഒക്കെ ഇണങ്ങി വരുന്ന ഈ ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു ISLന്റെ 10ാം സീസൺ അവസാനിക്കുകയും ചെയ്യും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ ചെന്നൈയിൻ FCയോട് ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ വൻ മതിലായ മാർക്കോ റെസ്കോവിച്ചിനും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽ മാലാകയായ സച്ചിൻ സുരേഷിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇരു താരങ്ങളും കളത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുമുണ്ടായിരുന്നു. ഏതായാലും ഇരു താരങ്ങളുടെയും പരിക്കിനെ തുടർന്നുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതായാലും മത്സരത്തിന് ശേഷം ഇവാൻ ആശാൻ പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിന്റേത് കുറച്ച് ഗുരുതരമായ പരിക്കാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ലെസ്കോയെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ പറഞ്ഞിട്ടുള്ളത് താരത്തിന് കാര്യം ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിലും താരം അല്പം ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരുമെന്നാണ്. ഏതായാലും സച്ചിന്റെ പരിക്കിലാണ് കുറച്ച്
ആശങ്ക നിലനിൽക്കുന്നത്. താരത്തിന്റെ ഈ ഒരു പരിക്കിനെ തുടർന്നുള്ള MRI സ്കാനിംഗ് എടുത്താൽ മാത്രമേ ബാക്കിയുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇനി അങ്ങോട്ട് ഇത്ര ലെങ്ത് ഉള്ള വീഡിയോസ് കുറെ അപ്ഡേറ്റുകൾ വെച്ച് ചെയ്യണമോ അല്ലെങ്കിൽ ഓരോ അപ്ഡേറ്റ് ആയി ഓരോ വീഡിയോ ചെയ്യണമോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.